അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ നിന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നമ്മളെ ശരീരഘടനയെ പറ്റിയിട്ടാണ്. നമ്മളിലാവട്ടെ മൃഗങ്ങളിലാവട്ടെ ശരീരഘടനയിൽ ഒരു ബന്ധമുണ്ട്, സാമ്യതയുണ്ട്. ഓരോ അവയവങ്ങളും എവിടെയാണോ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് മൃഗങ്ങൾക്കുള്ളത്. ചെറിയ വ്യത്യാസമേ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ളൂ. അപ്പോൾ ഇനി ചില ജന്തു ജീവജാലങ്ങളിലാവട്ടെ എല്ലാത്തിൻ്റെയും ബ്രെയിൻ കിടക്കുന്നത് ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഹെഡിലാണ്. അപ്പോൾ എന്താ ഇതിൻ്റെയൊക്കെ കാരണം? ഇനി മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, സൃഷ്ടാവിന് അവയവങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചില സംശയമുണ്ട്. അപ്പം എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ്സുകൾ മുഴുവനും കേൾക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും ഒന്നെങ്കിൽ ഖുറാനിൽ നിന്നാവാം, ഹദീസിൽ നിന്നാവാം, ഭഗവത്ഗീതയിൽ നിന്നാവാം, ബൈബിളിൽ നിന്നാവാം. അതിലപ്പുറം ഞാൻ സ്വന്തമായിട്ട് ഒരു വരി പോലും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് അഥവാ നിങ്ങൾക്കത് തെറ്റായി തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് ഗ്രന്ഥമാണോ അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കാരണം നമ്മൾ അത് ചെക്ക് ചെയ്യാതെ നമ്മൾ ആ വാക്കിനെ നിരസിക്കാൻ പാടില്ല. കാരണം എൻ്റെ വാക്കല്ല ഇവിടെ നിങ്ങൾ നിരസിച്ച് കളയുന്നത്, അത് ഒരു പക്ഷേ സൃഷ്ടാവിൻ്റെ വചനങ്ങളായിരിക്കാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം വേണം ഇതിനെ മനസ്സിലാക്കാൻ. പിന്നെ ഞാൻ പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾ മനസ്സിൽ രൂപത്തെ സൃഷ്ടിക്കരുത്. കാരണം ഇത് മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ആദ്യം നമ്മൾ എന്താണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ബൈബിളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഉൽപ്പത്തിയിൽ 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇനി 1:27, അതിൽ തന്നെ 27. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട്. ഉൽപ്പത്തി 5:1. ആദമിൻ്റെ വംശപരമ്പരാവിധോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇപ്പോൾ ബൈബിളിലൊക്കെ പറയുന്നത് സൃഷ്ടാവിൻ്റെ സാദൃശ്യപ്രകാരമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ്. ഇവിടെ നമ്മൾ രൂപം ഉണ്ടാക്കണ്ട, കാരണം ഇതിൽ വേറൊരു കാര്യം കിടക്കുന്നുണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഇനി ഭഗവത്ഗീതയിൽ പറയുന്നത് അധ്യായം 11, വിശ്വരൂപ ദർശന യോഗ, വാക്യം 7. ചരാചരങ്ങളോട് കൂടിയ മഹാപ്രപഞ്ചത്തെയും നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവയെയും എൻ്റെ ദേഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതായി നീ കാണുക. അധ്യായം 9, രാജവിദ്യാരാജ ഗുഹ്യയോഗ, വാക്യം 4. അവ്യക്ത സ്വരൂപനായ എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന സർവ്വചരാചരങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, ഞാൻ അവയിൽ കുടികൊള്ളുന്നില്ല. അധ്യായം 13, ക്ഷേത്രജ്ഞ വിഭാഗ യോഗ, 14, വാക്യം 14. എല്ലാ ഭാഗത്തും കൈകാലുകളോടും എല്ലായിടത്തും നേത്ര ശിരോമുഖങ്ങളോടും സർവത്ര കർണങ്ങളോടും കൂടിയ അത് സർവത്ര വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നത് ഈ ചരാചരങ്ങളോട് കൂടിയ മഹാപ്രപഞ്ചത്തെയും നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവയെയും. ഇപ്പം നീ കാണുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ മനുഷ്യൻ കാണാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തെ ആയിരിക്കാം. നരകത്തെ ഇപ്പം എന്തായാലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നില്ല, പിന്നെ സൃഷ്ടാവും. അതാണ് നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ. എൻ്റെ ദേഹത്തിൽ ഒന്നിച്ച് നിൽക്കുന്നതായിട്ട് നീ കാണുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഘടന സൃഷ്ടാവിൻ്റെ ഘടന തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് പോകണം. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ അങ്ങേയറ്റമൊന്നും നമ്മൾ പോയിട്ടില്ല, നമ്മൾ കണ്ടതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിക്കപ്പെട്ടിരിക്കുന്ന സർവ്വചരാചരങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നു, ഞാൻ അവയിൽ കുടികൊള്ളുന്നില്ലാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവയിലൊന്നും കുടികൊള്ളുന്നില്ലാണ്. സൃഷ്ടാവ് തന്നെ ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കുന്നത് എന്നാണോ അന്നാണ് നമ്മൾ സൃഷ്ടാവിനെ നമുക്ക് കാണാൻ സാധിക്കുക. അതുവരെ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടൂല, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ആ സൃഷ്ടാവിലാണ് ഇതെല്ലാം ഉള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന മറ്റൊന്ന് കൈകാലുകളോടും നേത്രശിരോമുകളോടും സർവത്ര കർണങ്ങളോടും കൂടി അത് വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ഖുർആനിലും നമ്മൾ കേട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കൈ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഖുർആന് പറയുന്നത് എന്താന്ന് നോക്കാം. അല്ലയിൽ 3, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. അപ്പം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച ഒരു രീതി ഉണ്ട് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അൽ ഖിയാമയിലെ 14-ാം വചനം, തന്നെയുമല്ല മനുഷ്യൻ തനിക്കെതിരിൽ തന്നെ ഒരു തെളിവായിരിക്കും. അത്തീനിലെ 4-ാമത്തെ വചനം, തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യന് ഏറ്റവും നല്ല ഘടന എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഇല്ലായിരിക്കില്ലല്ലോ. അഷംസ്,
ആകാശത്തെയും അതിനെ സ്ഥാപിച്ച രീതിയെ തന്നെയാണ് സത്യം. ഭൂമിയെയും അതിനെ വിസ്തൃതമാക്കിയ രീതിയെ തന്നെയാണ് സത്യം. മനുഷ്യാസ്തിത്വത്തെയും അതിനെ സംവിധാനിച്ച രീതിയെ തന്നെയാണ് സത്യം. അപ്പോൾ ഇതിലൊക്കെ ഒരു സീക്രട്ട് ഉണ്ട്, അഥവാ മനുഷ്യനെയും അതിനെ സംവിധാനിച്ച ആ രീതിയെ തന്നെയാണ് സത്യം. ഇനി ഹദീസില് ബുഹാരിയില് 6227, അതേപോലെ മുസ്ലിമില് 2841 പറയുന്നത് അള്ളാഹുവിന്റെ സാദൃശ്യത്തിലാണ് ആദം നബിയെ സൃഷ്ടിച്ചതെന്ന്. അപ്പൊ ഹദീസിലും അതിലൊരു ബന്ധമുണ്ട്. ഇനി സൂറ റോമില് 30-ാമത്തെ വചനം പറയുന്നത്, സത്യത്തിന് നേരെ നിലകൊള്ളുന്നവനായിട്ട് നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതി അത്രേ അത്. ഇപ്പോൾ എന്താണ് ഇവിടെ മതം എന്ന് പറയുന്നത്? സത്യത്തിന് നേരെ നിലകൊള്ളുന്നവനായിട്ട് നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏത് പ്രകൃതിയിൽ സൃഷ്ടിച്ചുവോ ആ പ്രകൃതി അത്രേ. അപ്പൊ മനുഷ്യനും സൃഷ്ടാവും തമ്മിൽ ഇവിടെ ഒരു ഘടനയില് ബന്ധമുള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. അതിൽ ഈ അടിസ്ഥാന നമ്മൾ യഥാർത്ഥത്തിൽ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ നമ്മൾ അറിയില്ല, പക്ഷെ അത് നമ്മൾ ശരീരഘടനയിൽ ബന്ധമുണ്ട്. അപ്പം അത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കത് വ്യക്തമാവാൻ കഴിയാത്തത്. അപ്പൊ സത്യത്തിന് നേരെ നിലകൊള്ളുന്നവനായിട്ട് നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക എന്നാ പറയുന്നത്. അപ്പൊ ഏതാ നമ്മുടെ മതം? അള്ളാഹു മനുഷ്യനെ ഏത് പ്രകൃതിയിൽ സൃഷ്ടിച്ചു ആ പ്രകൃതി അത്രേ. അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇനിയാണ് യഥാർത്ഥ സബ്ജക്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല, അതത്രേ വക്രതയില്ലാത്ത മതം. പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. ഇനി നമ്മൾ പ്രപഞ്ച സൃഷ്ടാവിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വെച്ചാൽ, സൃഷ്ടാവ് എങ്ങനെയാണോ എവിടെയാണോ എന്നുള്ളതൊന്നും നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. നമ്മൾ സൃഷ്ടാവിനെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ സൃഷ്ടാവിന്റെ അംശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. നമുക്ക് ഇരട്ടാന്ന് പറയാൻ പറ്റില്ല, അവൻ ഏകനാണ്. അപ്പോൾ അവന്റെ ഗുണങ്ങളും ആ രീതിയിലായിരിക്കും. ഒന്നെങ്കിൽ 3 ആയിരിക്കാം, ഒന്നെങ്കിൽ 1 ആയിരിക്കാം, ഒന്നെങ്കിൽ 5 ആയിരിക്കാം, ഒന്നെങ്കിൽ 7 ആയിരിക്കാം അവന്റെ അംശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടെ എങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നാണ് ശരിക്കും ഇവിടെ ഗ്രന്ഥങ്ങൾ പറയുന്നത്. അതിലൊന്നാണ് നമ്മൾ സൂറ നൂർ 34-ാമത്തെ വചനം പറയുന്ന പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ വെളിപ്പാടിൽ 22:5 ഈ ഒരു പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട്. ഇനി ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം 18 ഈ ഒരു പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട്. അതിൽ 1000 സൂര്യന് ഒരുമിച്ച് ഉദിച്ചാലുള്ള പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ സ്ഫടികത്തിനകത്ത് പ്രകാശം കടത്തിവിടുമ്പോൾ ആ ഒരു പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ സൂര്യന്റെ വെളിച്ചം വേണ്ട, അതേപോലെ സൂര്യന്റെ വെളിച്ചം വേണ്ട, ഒരു വിളക്കിന്റെ വെളിച്ചം വേണ്ട, സൃഷ്ടാവിന്റെ പ്രകാശം മതി എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പൊ ഇവയൊക്കെ പറയുന്ന ഒരു പ്രകാശത്തെ പറ്റിയിട്ടാണ്. ഈ പ്രകാശത്തെ നമുക്ക് ഒരിക്കലും നിരസിക്കാനും കഴിയില്ല. കാരണം മിഹ്റാജിന്റെ രാത്രിയില് ജിബ്രീല് ആ പ്രകാശത്തിന്റെ ലോകത്തെപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇനി അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല, എൻ്റെ ചിറകുകൾ കരിഞ്ഞു പോകുന്നത്. അപ്പൊ ആ ഒരു പ്രകാശത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി സൂറ ഹൂദിൽ 56-ാം വചനം പറയുന്നുണ്ട്, എന്റെയും നിന്റെയും രക്ഷിതാവായ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്നു, യാതൊരു ജന്തുവും അവൻ അതിന്റെ നെറുകയിൽ നിയന്ത്രിക്കുന്നതായിട്ടല്ലാതെ. അപ്പൊ എല്ലാ ജന്തുവിന്റെയും ബ്രെയിനിലാണ് അതിന്റെ നിയന്ത്രണം കൊടുത്തിട്ടുള്ളതെന്ന്. അത് മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ. ഇനി അൽ ജാദിയയില് 3:4 തീർച്ചയായും ആകാശങ്ങളിലും ഭൂമിയിലും വിശ്വസികൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങളുടെ സൃഷ്ടിപ്പിലും ജന്തുജാലകങ്ങളെ അവൻ വിന്യസിക്കുന്നതിലുമുണ്ട്. ദൃഢമായി വിശ്വസിക്കുന്ന ജനതക്ക് പല ദൃഷ്ടാന്തമാണ്. അപ്പൊ നമ്മുടെ സൃഷ്ടിപ്പിലും ജന്തുജാലകങ്ങളിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന്. മത്തായി 5:36 പറയുന്നുണ്ട്, തലയെ കൂട്ട് സത്യം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മുടിയിൽ നമ്മൾ ഫാഷന് കാട്ടരുതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്താ, സൃഷ്ടാവിന്റെ ഏറ്റവും മുകളിൽ ആ പ്രകാശം സ്ഥിതി ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബ്രെയിന് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മുടെ തല ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ തലയിലുള്ള ഫാഷന് ഒരു പക്ഷേ ഇസ്ലാം എതിർക്കുന്നതിനുള്ള കാരണം
അപ്പോൾ ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യന്റെ രൂപത്തോട് നിങ്ങൾ സാദൃശ്യം ചെയ്ത് സൃഷ്ടാവിന്റെ അംശങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെയാണോ എവിടെയൊക്കെയാണോ എന്നുള്ള രീതിയിലാണ് മനുഷ്യന് രൂപം നൽകിയിട്ടെന്നാണ് പറയുന്നത്. അല്ലാതെ സൃഷ്ടാവിന് നമ്മളെ പോലെ കയ്യും മുഖവും കാലും ഉണ്ടെന്നല്ല, അതൊരു ഉപമയാണ്. പക്ഷെ ഓരോ അംശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഘടനയിലാണ് മനുഷ്യർക്ക് രൂപം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അസ്സലാമു അലൈക്കും.